ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ആസാ മൻസിൽ. ഒരു തുടക്കക്കാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത്. ഇതിനായിട്ട് ഞാനെന്താ ഉള്ളി അരിഞ്ഞത് രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്നങ്ങനെ നീളത്തിലരിഞ്ഞത്, മറ്റേത് കൊത്തി അരിഞ്ഞതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവില്ലേ ഒരു ഫുള്ളായിട്ട് ഒരു ചെറിയ കുഞ്ഞുള്ളി പോലത്തെ, അത് കീറിയതാണ് കേട്ടോ. ഇനി അതല്ല രണ്ടും ഉള്ളി അരിഞ്ഞത് തന്നെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഏതായാലും ഞാൻ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗാർണിഷ് ചെയ്യുക. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തത്. സൺഫ്ലവർ ഓയിലിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില, ഉള്ളി, ഈ 4 സാധനവും നമ്മൾക്കൊന്ന് പൊരിച്ച് കോരിയെടുക്കാം. ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം ഇത്തിരി പഞ്ചസാര ഇതിലേക്കൊന്ന് വിതറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വാങ്ങി വെക്കുക. നമ്മൾ കോരി തന്നെ വെക്കണം കേട്ടോ. എണ്ണയിൽ ഉള്ളി കിടത്തരുത്. ആ ചൂടുള്ള എണ്ണ കിടത്തി കഴിഞ്ഞാൽ പിന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ പഞ്ചസാര വിതരണം എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉള്ളിൻ്റെ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഗാർണിഷ് ചെയ്യാനുള്ള സാധനമൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരി എടുക്കുന്നത്. 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് ബസുമതി റൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ സാധാരണ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം കൃത്യമായിട്ട് എടുത്തിട്ട് അളന്നെടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിക്കുമ്പം പാത്രം മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെള്ളം വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഞാൻ ചെറിയൊരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ എടുക്കാം. ഞാനൊരു 3 സ്പൂൺ നെയ്യാണ്, നമ്പീഷൻ നെയ്യാണ് യൂസ് ചെയ്യൽ. കാർക്കേജോ അല്ലെങ്കിൽ ഡാൽഡ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. ഞാൻ സാധാരണ പൊതുവേ നമ്പീഷൻ നെയ്യാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യൽ. ഈ നെയ്യിലേക്ക് ബേ ലീവ്സ്, കരാമ്പൂ, ഏലക്ക, പിന്നെ കറുവപ്പട്ട അങ്ങനത്തെ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഒരു 8 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിലേക്ക് തന്നെ വഴറ്റാനുള്ള ഉള്ളി ഇടുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള 1.5 ഗ്ലാസ് അരി ഇതിലേക്ക് ഇടാണ് കേട്ടോ. കഴുകി ഊറ്റിയിട്ട് വെക്കണതാണ് നല്ലത്. ഞാനത് ജസ്റ്റ് കുറേ നേരം ഒന്നും ഊറ്റാൻ വെച്ചിട്ടില്ല. കുറേ നേരം വെക്കണതല്ലെങ്കിലും അരിക്ക് നല്ലതല്ല കേട്ടോ. അപ്പം കുറച്ച് വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് കൈവിടാതെ ഇളക്കുക. അപ്പം നമ്മളത് ഹൈ ഫ്ലെയിമിൽ, മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകും. അങ്ങനെ 5 മിനിറ്റ് ഞാൻ ഈ അരി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ ഉപ്പിൻ്റെ അളവ് പറയണം, ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ കേട്ടോ. കാരണം ഇക്കൊക്കെ ചെറിയ രീതിയിൽ പ്രഷറുണ്ട്. അപ്പോൾ ഫുഡിൽ ഞാൻ ഉപ്പ് കൺട്രോൾ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉപ്പ് കുറച്ച് ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത്ര ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇത്തിരി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചിക്കുകയാണെങ്കിൽ ഒന്നാവും കേട്ടോ. ഞാൻ ഒഴിക്കുന്നില്ല. അങ്ങനെ നല്ലോണം വെട്ടി തിളയ്ക്കുമ്പം നമ്മൾ ലിഡിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തുറക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഒരു 4-5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തതിന്, സിമ്മിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നോക്കാം. ഇനി ഞാൻ നേരത്തെ വിട്ടുപോയ സാധനമാണ്. നമ്മൾ പൊരിച്ച് കോരുമ്പോൾ കറിവേപ്പില അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊരിച്ച് കോരാൻ മറന്നുപോയി. അപ്പോൾ നേരത്തെ ആ സൺഫ്ലവർ ഓയിലിൻ്റെ ഫ്രൈ പാൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് കറിവേപ്പിലൊന്ന് നല്ല മുരുമുരാന്നുള്ള രീതിയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറന്നു നോക്കിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടത്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, റൈസൊക്കെ കുക്കായിട്ടുണ്ട്. ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ എന്ന് സംശയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ജസ്റ്റ് ഇതേപോലെ അടച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. എനിക്കിത് തോന്നുന്നത് വറ്റി കുറച്ച് നേരം നമ്മളൊക്കെ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ പോകാൻ മാത്രമുള്ള വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉള്ളി, അണ്ടിപ്പരിപ്പ്, പിന്നെ കറിവേപ്പില, മുന്തിരി ഇതൊക്കെ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ ഒന്ന് മൂടിയിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് തുറന്നാൽ മതി. അങ്ങനെ ഞാനിതാ നെയ്ച്ചോറ് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇപ്പോൾ ലിഡ് തുറന്നപ്പം ആ ഗാർണിഷ് ചെയ്ത ഉള്ളിൻ്റെ സ്മെല്ലൊക്കെ ആ ഒരു റൈസിലേക്ക് പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നെയ്ച്ചോറ് ചൂടോടെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചൂടാക്കി കഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് തോന്നും. അപ്പോൾ എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. മഗ്‌രിബിന് ശേഷം കേട്ടോ, ഞാനൊരു വൈകുന്നേരമാണ് ഞാനത് കുക്ക് ചെയ്തത്. പിന്നെ രാത്രിത്തേക്ക് ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ നേരമൊന്നും ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെ നെയ്യിൻ്റെ സ്മെല്ലടിക്കാൻ വേണ്ടിയിട്ട് ഇതാ 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാനിതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു തട്ടാൻ പറ്റും കേട്ടോ. ഇക്കനോട് ചോദിച്ചപ്പം നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.